ഹായ്, ഹലോ, നമസ്കാരം. ലാലേട്ടൻ്റെ തുടരും. ലാലേട്ടൻ തുടരട്ടെ, തുടരണം. എല്ലാവിധ ആശംസകളും ആശീർവാദങ്ങളും അർപ്പിക്കുന്നു ലാലേട്ടൻ്റെ സിനിമയ്ക്ക്. ലാലേട്ടൻ, ശോഭന, തരുൺമൂർത്തി ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറാണ്. രണ്ടും ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഓപ്പറേഷൻ ജാവയൊക്കെ ഒരുപാട് സൂപ്പർ സ്റ്റാർസിൻ്റെ പടം റിലീസായിട്ടുള്ള സമയത്ത് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിന് ശേഷമുള്ള ഒരുപാട് നാഷണൽ ഫിലിംസ് ഫെസ്റ്റിവലിലൊക്കെ കളിച്ചിട്ട് അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ് സൗദി വെള്ളക്ക. നമ്മുടെ തരുൺമൂർത്തിയുടെ സിനിമ. അദ്ദേഹം വീണ്ടും നമ്മുടെ ഒരു പുതിയൊരു സബ്ജക്റ്റായിട്ട് ഇറങ്ങിയാണ് വിത്ത് ലാലേട്ടൻ അങ്ങനെ ഒരുപാട് പുതുമുഖ സംവിധായകന്മാർക്കൊന്നും ഡേറ്റ് കൊടുക്കാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഇട്ടിമാണിയാണ് പുള്ളിക്കാരൻ ഒരു പുതുമുഖ സംവിധായകന് ഡേറ്റ് കൊടുത്തിട്ടുള്ള സിനിമ. പ്രത്യേകിച്ച് അദ്ദേഹം അങ്ങനെ വേറെ ഡേറ്റ് ഒന്നും കൊടുക്കാറില്ല പുതിയ സംവിധായകന്മാർക്കൊന്നും. അപ്പോൾ അതിന് ഒരുപാട് കാരണം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരിക്കലും ഒരു ഫാമിലി ഒരു ഡ്രാമ എന്നുള്ള പരിപാടി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണൽ ആ ടീസറും ട്രെയിലറിലൊക്കെ നമുക്കറിയാം. തുടരും ഒരിക്കലും ഒരു ഫാമിലി മൂവി അല്ല, എന്ന് വെച്ചാൽ ഫാമിലിക്ക് കാണാൻ പറ്റാത്ത മൂവി അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫാമിലി ത്രില്ലർ അങ്ങനെ പരിപാടിയല്ല. ഇതൊരു ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ, ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇതൊരു ദൃശ്യമല്ല, ദൃശ്യത്തിന് മുകളിലുമല്ല, ദൃശ്യത്തിന് താഴെയല്ല. ഇത് വേറൊരു ഒരു ലെവലിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് സുനിലിന് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഏകദേശം ഒരു 6-7 വർഷമായി. അതിൻ്റെ ഒരുപാട് പോരായ്മകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് കട്ടയ്ക്ക് തരുൺമൂർത്തി അതിൻ്റെ സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ ഇതിൻ്റെ സംഭാഷണം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ജോണറിൽ ശോഭനയാണ് ലാലേട്ടൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. ശോഭന പല സിനിമകളിൽ അവരുടെ അറിയാമല്ലോ, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടത്തിയമ്മ പറഞ്ഞു, എടാ എനിക്ക് ലാലേട്ടൻ ശോഭന ഈ ഒരു പേരെ എനിക്ക് തിയേറ്ററിൽ പോയി കാണണം. അവരങ്ങനെ സിനിമ കാണുന്ന ആളൊന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞു എനിക്ക് ഈ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണണം. കാരണം അങ്ങനെ അത്രമാത്രം ആഗ്രഹമാണ് ലാലേട്ടൻ ശോഭന എന്നുള്ള ഒരു പേര് തിയേറ്ററിൽ പോയി കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ എല്ലാ ജനറേഷനും ഇതൊരു ക്യാപ്ചറിങ് ആയിട്ട് അവരുടെ മൈൻഡിൽ സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും FTFS അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യ ഷോ കാണിച്ചിരിക്കും. ഞാനും കണ്ടിരിക്കും. ഞാൻ ആദ്യ ഷോ കാണും പടം എന്തായാലും. അപ്പോൾ ഈ സിനിമയിൽ ശോഭനയ്ക്ക് പുറമേ ആയിട്ട് ശോഭനയല്ല, സാധാരണ ഈ സിനിമയിൽ ആദ്യം ഉണ്ടായിരുന്നത് ജ്യോതികയായിരുന്നു. നമ്മുടെ തമിഴ് ആക്ട്രസ് ജ്യോതിക. നമ്മുടെ റീസെൻ്റായിരിക്കും ആദ്യമായിട്ട് മലയാളത്തിൽ അവർ ചെയ്തിട്ടുള്ളത് നമുക്കൻ്റെ ഒപ്പം കാതൽ എന്നുള്ള സിനിമയിലാണ്. എൻ്റെ അറിവിൽ അതാണ് മലയാളത്തിൽ അവർ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മലയാളം സിനിമ. ഗംഭീര ക്യാരക്ടറായിരുന്നു. ഡബ്ബിങ് വേറെ ആളാണ്, പക്ഷേങ്കിലും അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജ്യോതിക മാറിയിട്ട് ശോഭനയാണ് ഈ സിനിമയിൽ. ശോഭനയ്ക്കും ഇതുപോലെ തമിഴ് മലയാളം കലർന്നിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. നമ്മളറിയാം പല സിനിമകളും ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ശോഭന ഒരിക്കലും സ്വന്തം ഭാഷയിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിൽ ശോഭന മലയാളം തമിഴ് കലർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ലാലേട്ടൻ്റെ കുസൃതി നമുക്ക് വളരെ ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ കുസൃതി ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ വരവേൽപ്പലം അടക്കമുള്ള, പട്ടണപ്രവേശം അടക്കമുള്ള, നാടോടികൾ അടക്കമുള്ള, തെന്മാവിൻ കൊമ്പത്ത് അടക്കമുള്ള സിനിമകളിൽ ലാലേട്ടൻ്റെ ഒരുപാട് പരിപാടികൾ നമുക്കറിയാം. അതേ ഒരു പരിപാടികൾ ഇതിൽ തീർച്ചയായിട്ടും കാണുമെന്ന് ആഗ്രഹിക്കുന്നു. ഇട്ടിമാണിയിൽ ഇത് വർക്കൗട്ട് ആയിട്ടില്ല. അത് ഇതിലൊരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. തുടരും എന്നുള്ള സിനിമയിൽ. പിന്നെ രഞ്ജിത്തിൻ്റെ ഒരുപാട് പ്രൊഡക്ഷൻസ്, എല്ലാ സിനിമകളും ഭൂരിപക്ഷം സിനിമകളും ഹിറ്റാണ്. ഒരു ഹിറ്റ് മേക്കറായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് നമ്മുടെ രഞ്ജിത്ത്. വെറുതെ ഒന്നും അദ്ദേഹം പൈസ ചിലവാക്കില്ല. പ്രത്യേകിച്ച് സിനിമയുടെ ഒരു 5-6 വർഷം എടുത്തുള്ളൊരു ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പ്രത്യേകിച്ച് തരുൺമൂർത്തി അങ്ങനെ വെറുതെ ഒരു സിനിമ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫാൻ ബേസിലുള്ള ഒരു ഡയറക്ടറാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറായിട്ട് എടുത്തിട്ടുള്ള ഒരു ആക്ടറാണ്. ഒരു അപ്കമിങ് LJP സെക്ടർ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയിലേക്ക് പുള്ളിക്കാരൻ വരുന്നുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്, ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സീനായിട്ട് തരുൺമൂർത്തി പറഞ്ഞത് ഇതിന് സാരി കഞ്ഞി പിഴിയുന്ന ഒരു സീനാണ്. അത് സാരി ശോഭനയും ലാലേട്ടനും കൂടിയിട്ട് കഞ്ഞി മുക്കുന്നൊരു സീനാണ് ഇതിൽ ആദ്യം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തരുൺമൂർത്തി പറഞ്ഞിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. കാരണം ഈ ജോണർ, കാരണം ശോഭന ലാലേട്ടൻ ഇതെങ്ങനെ ഒരു മ്യൂച്വലായിട്ട് ഇങ്ങനെ
ഒരു കോമ്പിനേഷൻ സക്സസ്ഫുൾ ആവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തരുൺമൂർത്തിയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഈ സിനിമ ഗംഭീരമായിട്ടുള്ള സിനിമയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പരിപാടി മതി. ലാലേട്ടൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ ഇപ്പോൾ എമ്പുരാൻ്റെ ക്ഷീണം മാറ്റും. എമ്പുരാൻ ഞാൻ അതിൻ്റെ റിവ്യൂ പറയുമല്ല, എമ്പുരാൻ്റെ എനിക്ക് പേഴ്സണലി ആ സിനിമയിൽ ലാലേട്ടനെ ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ലാലേട്ടനെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുമെന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി എനിക്ക് തോന്നുന്നു ഒരു ഡ്രാമ ത്രില്ലറാണ്. ഒരു കാർ ഡ്രൈവർ, ഒരു ടാക്സി ഡ്രൈവർ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്സി നഷ്ടപ്പെടുന്നതും അതിൻ്റെ സംബന്ധിച്ചുള്ള ഒരു പരിപാടികളും കാര്യങ്ങളുമാണ് ആ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്വാഗുകളും അദ്ദേഹത്തിന് മാത്രം അല്ലേ നമ്മൾ കണ്ടിരുന്നല്ലോ അല്ലേ. മഴ പെയ്യുന്നില്ലല്ലോ കുട്ടിച്ച, എല്ലാവരും കൂടി എന്നെ മഴയത്ത് നിർത്തിയേക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു പരിപാടി നമ്മൾ കണ്ടു ട്രെയിലറിൽ. അതൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു ഒരു 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 സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഒരുപാട് ആശംസിക്കുന്നു. എന്തായാലും തുടരും ഗംഭീരമായിട്ടുള്ള വിജയമാവട്ടെ. ആദ്യ ഷോ എന്തായാലും കാണും. നാളെയാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടരും ഗംഭീരമായിട്ടൊരു വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.